അപ്പൊ മച്ചാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡബിൾ ടു ഡബിളിലേക്ക് ഏവർക്കും സ്വാഗതം. ഖലീഫ, പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഖലീഫ മൂവി, എന്താ പറയാ, വൈശാഖ് നിർമ്മിക്കുന്നു, അല്ലെ വൈശാഖ് സംവിധാനം ചെയ്യുന്നു. ഇത്തവണ നമ്മളെ സ്ഥിരം വരാറുള്ള അദ്ദേഹത്തിന്റെ കമ്പനിക്കാരനായിട്ടുള്ള റൈറ്റർ അല്ല ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ് റൈറ്ററായിട്ട് വന്നിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച, പൃഥ്വിരാജ് സുകുമാരനെ ഈ ആക്ഷൻ സീക്വൻസും അല്ലെങ്കിൽ ആക്ഷൻ മൂവീസും കാര്യങ്ങളൊക്കെ കുറെ നാളായിട്ട് മിസ്സായിരിക്കുന്നവര്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാനായിട്ടുള്ളവരാണെങ്കിലും അദ്ദേഹത്തിന്റെ എന്താ പറയാ ഈ ആക്ഷൻ സീൻസ് ആണെങ്കിലും ആക്ഷൻ മൂവി ആണെങ്കിലും ഒക്കെ മിസ്സായിരിക്കുന്നവർ കുറെ പേരുണ്ട്. അവർക്കുള്ള ഒരു എന്താ പറയാ ഒരു കിടിലൻ മൂവി, അല്ലെങ്കിൽ ആ ഒരു പാക്കേജ് വരുന്ന ഒരു മൂവി, അത് അമ്മാതിരി സ്ക്രീൻ പ്രസൻസോടെ. പണ്ടത് നമ്മളെ അതായത് എന്താണ് ഹീറോ ആ ടൈമിലൊക്കെ കണ്ടിരുന്ന പൃഥ്വിരാജാണല്ലോ, ആ ഒരു ഫേസിൽ എക്സ്പ്രഷൻ ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ബോഡി ആണെങ്കിലും എല്ലാം കൊണ്ട് നമ്മള് പഴയ കാലത്ത് അല്ലെങ്കിൽ പഴയ ആ തുടക്ക സമയത്ത് നമ്മൾ കണ്ട് മറന്നുപോയ ഒരു പൃഥ്വിരാജിനല്ലേ, അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. അമ്മാതിരി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ബോഡി ലാംഗ്വേജ്, ലുക്ക്, പൊളി ലുക്കാണ് കേട്ടോ. കിടില ഫിറ്റായിട്ട് ഫിറ്റ് ബോഡി, അമ്മാതിരി ബോഡി ലാംഗ്വേജും ലുക്കും എല്ലാം കൊണ്ട് കിടിലൻ പെർഫോമൻസ് ആണ് പൃഥ്വിരാജിന്റെ ഭാഗം. അതിനോടൊപ്പം തന്നെ അത് പൃഥ്വിരാജ് വന്ന സ്ക്രീനിലാണെങ്കിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്ന ജെയ്സ് വിജയുടെ BGM, എന്റെ പൊന്നു മച്ചാനെ ഒന്നും പറയാനില്ല. ഞാൻ സത്യം പറഞ്ഞ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ ഇച്ചിരി ഫ്രണ്ടായി കയറിപ്പോയി. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കയറിപ്പോയില്ല, ഒരു 3-4 റോയുടെ പുറകാട്ട്, ഫ്രണ്ടിൽ നിന്ന് 3-4 റോ മാറിയാണ് ടിക്കറ്റ് കിട്ടിയത്. ബുക്കിംഗ് തുടങ്ങിയപ്പോ ഞാൻ ഇത്രയും ബുക്കിംഗ് ആയിപ്പോന്ന് ഓർത്തില്ല. അത് താമസിച്ച ബുക്ക് ചെയ്ത്, അത്രയും പറ്റ വന്നോണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള സ്പീക്കറിന്റെ ആ ഒരു അടി പഞ്ചുണ്ടല്ലോ, ഇവിടെ നെഞ്ചത്തടി കെട്ടി അമ്മാതിരി. പക്ഷെ ഓരോ സീനിനും അമ്മാതിരി BGM വന്നത്, അത് അത്രത്തോളം എഫക്റ്റ് നമുക്ക് കിട്ടി. ആ ഒരു എഫക്റ്റ് നിന്ന് കണ്ടുകൊണ്ട് എനിക്ക് നല്ലപോലെ BGMന്റെ ആസ്വാദനം ഉണ്ടല്ലോ, അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് വൺ. സത്യം പറയല്ല, നമ്മളിപ്പോ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പണ്ട് നമ്മൾ കുറെ സിനിമകളൊക്കെ കേട്ട് കേൾവിയുള്ളതാണ്. പക്ഷെ ഒരു നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ട് മറന്നതായിട്ടുള്ള കഥകളൊക്കെയാണ്. സ്മഗ്ലിങ്ങിന്റെ ബേസിൽ തന്നെ കഥ നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് അതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത ഒരു പുതുമുഖം അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ പോയിരുന്ന സിനിമ കാണിയാണ്. അപ്പൊ ആ ഫസ്റ്റ് ഹാഫില് മെയിനായിട്ട് കഥ, അതില് കുടുംബവും പിന്നെ അതിന്റെ ഫാമിലി ബാക്കപ്പും കാര്യങ്ങളൊക്കെ എന്താണെന്ന രീതിയിൽ കാണിച്ചു തരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് സീനും, അതിന്റെ ഇടക്ക് മമ്മറത്ത് അഹമ്മദ് അലി എന്ന് പറഞ്ഞ് ഇടക്ക് ആ പേര് കേൾപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഇടക്കിടക്ക് ആ പേര്, അതായത് ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും നമ്മുടെ വേറെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഇടക്കിടക്കിങ്ങനെ ആ പേരിങ്ങനെ പറയും. അപ്പൊ ആ പേര് പറയുമ്പോ കിട്ടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് അമ്മാതിരി എഫക്റ്റ് ആണ് കേട്ടോ. അത് ആ ഫസ്റ്റ് ഹാഫ് വരെ ആ പേരിങ്ങനെ അങ്ങനെ ഇടക്കിടക്കിടെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ BGM SBയുടെ കൊടുക്കുകയും പിടിച്ചിട്ടപ്പോ ഉണ്ടല്ലോ, പുള്ളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആ പേര് മാത്രം പറയുമ്പോൾ മാത്രമുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടാ. പേര് ജസ്റ്റ് ഒരു പേര് മാത്രം പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കൊണ്ട് നിർത്തി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് ഇറങ്ങുമ്പോൾ ജസ്റ്റ് നമുക്ക് ഈ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്ത ഒരാൾ നേരെ വന്ന് പടം കാണാൻ വരുന്നു. അപ്പൊ അത് എന്താണെന്ന് തുടക്കം തൊട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്ന, ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റൈലാണ് സത്യം പറയും സിനിമ മൊത്തത്തിൽ ഒരു, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിന്റെ ഒരു എൻഡോടെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി. പിന്നീട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോ, സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ എന്നാ പറയാ, ഇന്നങ്ങാട്ട് ഒരു എന്താ റിച്ച് കളി എന്ന് വെച്ചാൽ നമ്മള് കണ്ടും കേട്ടും മറന്നെന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു എഫക്റ്റും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ എന്താ പറയാ സ്ക്രീൻ പ്രസൻസ്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവന്റെ പൃഥ്വിരാജിന്റെ ഒരു സെക്കൻഡ് ഹാഫിന്റെ പകുതിയാക്കി അങ്ങാട്ട് ആ ഓറ അങ്ങാട്ട് തീർന്ന് പിന്നെ അങ്ങോട്ട് സൈഡിലാക്കി വെക്കേണ്ടിയിരുന്നു. മെയിൻ ആള് വന്ന് പിന്നെ ആൾക്കങ്ങാട്ട് കൈമാറി ആ ഓറയും കാര്യങ്ങള്. പിന്നെ അങ്ങോട്ട് ഒരു രക്ഷയില്ല. തിയേറ്റർ എന്തേ വരാത്തെന്ന് പറഞ്ഞിരിക്കുകയല്ലേ നമ്മള്. ഇങ്ങനെ കാണില്ല, എന്താ കാണാത്ത ഈ ജസ്റ്റ് ഒരു പ്രമോഷൻ മാത്രമായിട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു അല്ലെങ്കിൽ എന്താ ചെറിയ ഡയലോഗ് കൊടുത്തിട്ട് പോകുന്നൊക്കെ ഓർത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ ഓറ,
സത്യം പറയാല ഒരു ലൂസിഫർ ഫസ്റ്റ് മൂവിയില് അത് എമ്പുരാൻ അല്ല, ഫസ്റ്റ് ലൂസിഫർ, അതിന്റെ അകത്ത് അവസാനം ഒരു എൻഡോടെ വരുമ്പോ നമുക്കൊരു ഒരു ഹെലികോപ്റ്റർ സീനും കാര്യങ്ങളൊക്കെ ആ അന്നേരം കിട്ടുന്ന ഒരു ഓർമ്മയുണ്ടല്ലോ. അന്നേരം കിട്ടുന്ന ഒരു എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും കാലഘട്ടം. ആ അമ്മ അതിനെക്കാട്ടൊരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആണ് നേരത്തെ പറയാം. ഇതിന്ന് സമ്മാനിച്ചു ഈ ഖലീഫ മൂവി ലാലേട്ടന്റെ സമ്മാനിച്ചത്. ഓ, അതും പറഞ്ഞ് ഇത് ഞാൻ എങ്ങനെ പറയും പറയുന്ന ഇവര് ഓൾറെഡി മന്നുണ്ട്, ലാലേട്ടനുണ്ട്, ക്യാമിയ റോളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ കണക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ തന്നെ ഓർക്ക് നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ട് എല്ലായിടത്തും പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയാതിരിക്കണേ മോശം എന്ത്, അപ്പൊ ഞാൻ പറഞ്ഞേക്കാൻ തന്നെ ഓർത്ത് അമ്മാതിരി ഓരയാണ് ലാലേട്ടന്റെ ഭാഗത്ത്. പിന്നെ അങ്ങോട്ട് ലാലേട്ടൻ അതുവരെ പൃഥ്വിരാജ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ആ ഓറാൻ കാര്യങ്ങളെക്കാട്ടിൽ ലാലേട്ടൻ്റെ കൊടുത്തു. ഇനി നിങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു പോയി. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടാ. അത് വേറെ കാമ്യവും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അത് അവർ പറഞ്ഞിട്ടില്ല. പറയാത്ത കാമ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. ഇത് കിടിലൻ ഓണത്തില് ഫസ്റ്റ് വിന്നർ ഒന്നിതായി. ഇത് ഫാമിലി ആക്ഷൻ കൊമേഴ്ഷ്യൽ മൂവിയാണ്. ആ ഒരു ഗണത്തിൽ കണ്ട് തന്നെ പടം കാണാൻ വരിക. അല്ലാണ്ട് വേറെ വല്ലതും മനസ്സിൽ വിചാരിച്ചാൽ ഇതൊക്കെ എന്താ പറയാ, വല്ലപ്പോഴൊക്കെ പടം കാണാൻ വന്നവർക്ക് ചിലപ്പോൾ എനിക്ക് അറിയാൻ മേല എങ്ങനെ അവർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇത് വർക്ക് ആകുക എന്നുള്ളത്. പക്ഷെ എനിക്ക് അതെന്താണെന്ന് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ വന്നുകൊണ്ട് മാത്രം എനിക്കൊരു ആ ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഒരു തൃപ്തിയായിട്ട് മൊത്തത്തിൽ ഒരു തൃപ്തികരമായിട്ടുണ്ടാന്ന് ചോദിച്ചാൽ ഇച്ചിരി കൂടി പൊടിക്കാൻ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇച്ചിരി കൂടി കൂടിയിരുന്നെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരുന്നു എന്നൊരു തോട്ട് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോ. ഫസ്റ്റ് അത് സെക്കൻഡ് ഹാഫിന്റെ പകുതി കഴിഞ്ഞപ്പോ എനിക്ക് അത് മാറി. അത് ആ സെക്കൻഡ് ഹാഫിന്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് മാറിയത്. പക്ഷെ അതുവരെ ആ ഒരു ഇച്ചിരി ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ എന്നുള്ള തോട്ടുണ്ടായിരുന്നു മനസ്സിൽ. എന്നാലും മാറാൻ കാരണം ലാലേട്ടൻ വന്നുകൊണ്ടാണ്. അങ്ങനെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും മറ്റൊരാളെ ആ ക്യാരക്ടറെ ചൂസ് ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോ മമ്മൂക്ക ഇച്ചിരി മമ്മൂക്ക ബെറ്റർ മമ്മൂക്കയും കൂടി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക ലാലേട്ടൻ പകരം മറ്റൊരാളെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ആരെ ചൂസ് ചെയ്തേനെന്ന് ചോദിച്ചാൽ മമ്മൂക്ക ആ റോള് ഇച്ചിരി പെർഫെക്റ്റ് ആണെന്ന് ഒക്കെ തോന്നിയായിരുന്നു. ലാലേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടാ. ലാലേട്ടന് പകരം മറ്റൊരാളെ ചൂസ് ചെയ്യാനാണെങ്കിൽ ആ റോളിൽ ആരെ ചൂസ് ചെയ്യുന്ന ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക എന്നാണ് ഞാൻ പറയുള്ളൂ. ആ ഒരു റോള് ചെയ്യാൻ വേറെ ആളെ നമുക്ക് മലയാളത്തിന് വേറെ ആരെ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാൻ കത്തി മൂവി കണ്ടുണ്ടാവില്ല, അതിൻ്റെ അകത്തൊരു വില്ലൻ ഉണ്ട് മോനെ. അത് തന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു കുറെ നാളായിട്ട് കാണാനില്ല. നിങ്ങളദ്ദേഹം പറഞ്ഞ കൈതി മൂവി അല്ലെങ്കിൽ കത്തി മൂവി കഴിഞ്ഞിട്ട് അതിനകത്ത് വിജയുടെ ഓപ്പോസിറ്റ് കണ്ട് പക്ക ഒരു വില്ലൻ എന്ന് പറഞ്ഞ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴും എന്നാ ഓക്കെ ആണാ പുള്ളി. ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ പുള്ളിയുടെ ആ ഒരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ പവർഫുൾ വില്ലൻ എന്നുള്ള ഇതുണ്ടല്ലോ, അത് ഇച്ചിരി ഇതിൻ്റെ അകത്ത് ഇച്ചിരി നല്ല പോലെ പുള്ളിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇച്ചിരി പവർഫുൾ ആയിട്ട് ഒന്നുകൂടി കാണിച്ചെന്ന് നന്നായിരുന്നു എനിക്ക് തോന്നിയത്. അത്രത്തോളം ഒരു ഇമേജ് ഉള്ള ഒരു വില്ലനാണ് നമ്മളെ ആ കത്തി മൂവി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ കാസ്റ്റ് വരുമ്പോ പൃഥ്വിരാജ് സുകുമാരൻ, മോഹൻലാൽ, ഇന്ദ്രൻ ചേട്ടൻ, രജീഷ വിജയൻ ഞാൻ കണ്ടുപോലും കേട്ടോ. രജീഷ വിജയൻ കണ്ടുപോലും, ഇതൊക്കെ കാസ്റ്റിംഗ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാളവിക ശർമ്മ, ഇതാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ നടിയായിട്ട് വരുന്നത്, അതായത് ഫീമെയിൽ റോളിൽ എന്നത്. അതായത് വേറെ ഉണ്ട് രഞ്ജിത്ത് വേലായുധൻ, സഞ്ജു ശിവറാം, ഷമ്മി തിലകൻ, ഇവരൊക്കെയാണ് കാസ്റ്റ് വന്നത് മൊച്ചാമാരെ. പിന്നെ ഡയറക്ടർ വൈശാഖ് പറഞ്ഞാൽ അദ്ദേഹം പുലിമുരുകൻ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു കിടിലം മൂവി എന്ന് പറഞ്ഞ് നമ്മൾ തിയേറ്ററിൽ കാണാനാ അല്ലെങ്കിൽ OTT മൂവി ആയിട്ടാ ഞങ്ങൾക്ക് അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. റൈറ്ററിനെ മാറ്റി പിടിച്ചപ്പോഴാണ്, റൈറ്ററിന്റെ പേര് ഞാൻ പറയണ, പഴയ ജിനു എബ്രഹാമാണ് പുതിയ റൈറ്റർ. റൈറ്ററിനെ മാറ്റി പിടിച്ചപ്പോ ആള് മൊത്തത്തിൽ ഒന്ന് ഓക്കെ എന്ന് തോന്നുന്നു. അമ്മാതിരി കിടിലം മൂവി തന്നെ സമ്മാനിച്ചു. എന്നുവെച്ചാ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ്. പക്ഷെ ഇച്ചിരി എന്തായാലും ഞാൻ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതുമ, ഈ സ്മഗ്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതേ ഇച്ചിരി പുതുമ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചു. എന്നാണ് പിന്നെ അതിലെല്ലാം കൊണ്ട് അങ്ങോട്ട് JCB ജോയിയുടെ തലയെ വെച്ച് കൊടുത്തത്. പടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്,
ബാക്കി നിങ്ങളായി നിങ്ങൾ പാടായെന്ന് പറഞ്ഞ് JSPJ കൊണ്ടേ കൊടുത്തു. ഇതേ കിടിലനായിട്ട് തന്നെ JSPJയുടെ കമ്പോസ്, എന്റെ പൊന്നെ എന്നതാടെ കാഴ്ച വെച്ചിരിക്കണം. സിനിമാറ്റോഗ്രാഫി ജോമോൻ ജോ ആടാ മോനെ പൊളി. സിനിമാറ്റോഗ്രാഫി കിട്ടുന്ന ടീമാണ്. എഡിറ്റർ ചമ്മൻ ചാക്കോ ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കിടിലൻ എഡിറ്റിങ് അങ്ങനെ എല്ലാം ഈച്ചാനബരി, അതായത് പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാം അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ വൈശാഖണ്ണ ഇതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ അനൗൺസ്മെന്റ് ചെയ്തെന്ന് പറയുന്നത്, ഒരു പടത്തിന്റെ കാര്യം അറിയാലോ, ട്രിപ്പിളും ഡബിളൊക്കെ ഇറക്കി വെറുതെ വല്ലാത്തൊരവസ്ഥ ആക്കി കൊടുക്കരുത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഈ ഒരൊറ്റ പടം മതി, ഇനി അടുത്ത പാർട്ടൊന്നും ഇറക്കരുതേ. സെക്കൻഡ് പാർട്ടൊക്കെ ഇറക്കാൻ പോണെന്നൊക്കെ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് അങ്ങനെയൊന്നും പറ്റുകയാണെന്നുകൊണ്ട് ഖലീഫ ഇനി ഇറക്കിയിരിക്കണം. അറിയാൻ മേല ഇനി ഇറങ്ങുവാന്ന്. അത് ഇതിന്റെ ഒരു ഇമേജ് ഉണ്ട്, ഇത് കളയരുതെന്ന് പറയണം. അത് തന്നെ ഇന്ന് പോട്ടെ എന്ന് ഞാൻ പറയണം. ഓക്കെ.